ഈ സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ തന്നെ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4ാമത്തെ തവണയാണ് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ഉന്നയിച്ചു, ശബരിമലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഭക്തരെന്ന് നടിച്ചുകൊണ്ട് ശബരിമല മുഴുവൻ കൊള്ളയടിക്കുകയാണ്. കൊടിമരം, ശ്രീകോവില്, കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം, ഇതിലെല്ലാം തന്നെ വൻ കവർച്ചയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജാമ്യം പരിഗണിക്കുന്ന വേളയിലാണ് ഈ ചോദ്യവും ഉയർന്നിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി മാത്രമാണിപ്പോൾ എന്തെങ്കിലും ഒരു ശബരിമലയ്ക്കൊരു തുണയായിട്ടുള്ളത്, അല്ലേ? ശബരിമലയ്ക്ക് അതെ, ശബരിമല രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള കാര്യം പറയുന്നത്. കാരണം 3 പ്രാവശ്യം നേരത്തെ ചോദിച്ചു ജാമ്യാപേക്ഷ സമയത്താണ്. ഇപ്പം വീണ്ടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ബാക്കി ഇത് പോലും ചോദിച്ചില്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നേ ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല എന്ന അർത്ഥത്തിലാണ്. അപ്പം എവിടെയൊക്കെയോ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയിരിക്കും എന്നുള്ളതൊരു വാസ്തവമാണ്. അതാണല്ലോ ശരി. കാരണം ഇപ്പം ഇയാൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പല സ്ഥലത്തെയും പല ക്ഷേത്രങ്ങളിലെയും പൂജകൾ പിന്നെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നോക്കിയാണ്. പക്ഷേ പൊതുവേ നോക്കുന്ന സമയത്ത് ശബരിമലയിൽ നിന്നെല്ലാം പോയി എന്നുള്ളത് തന്നെയാണ് വാസ്തവം. സമയത്തിന് റിപ്പോർട്ട് കൊടുക്കാത്തതിൻ്റെ ഫലമായി എല്ലാവർക്കും ജാമ്യം കിട്ടിയല്ലോ. ഇനി ജാമ്യത്തിൽ ഇറങ്ങാനുള്ളത് 1-2 ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശങ്കരദാസ്, പത്മകുമാർ, അതെ, ബാക്കി ആരുമില്ല. അപ്പം എവിടൊക്കെയോ ഇതിൻ്റെ കളി നടക്കുന്നു, ആരൊക്കെയോ ഇതിൽ പങ്കുപറ്റിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. പങ്കുപറ്റി ഇനി ഒന്നുമില്ല, ബാക്കിയൊക്കെ പോയി എന്നുള്ളതല്ലേ. ഇപ്പം സിനിമാ നടന്മാരെ അവർ സമർപ്പിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അവർ ചോദിച്ചു. അപ്പം അതിൽ ഒരാൾ പൂജാപാത്രങ്ങൾ സമർപ്പിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നിലയ്ക്ക് പലരും ഇത് സിനിമാ നടന്മാർ അവർ പേരുള്ളവരായതുകൊണ്ട് അവരുടെ പേര് വന്നു. നിരവധി ആൾക്കാർ ഇതേപോലെ സമർപ്പിച്ചിട്ടുണ്ടാവില്ല, സ്വർണ്ണപാത്രങ്ങൾ, സ്വർണ്ണപ്പൊട്ടുകൾ, ഇങ്ങനത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട പല സാധനങ്ങൾ. സ്വർണം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വെക്കുമ്പോൾ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയവന്മാർ അത്രയും വലിയൊരു സാധനം കൊണ്ടുപോയി അത് പൊളിച്ചെടുത്ത് അത് മുഴുവൻ കൃത്രിമം കാട്ടി എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ കിട്ടിയ സ്വർണ്ണങ്ങളും ഉണ്ടാകുമല്ലോ. അതിനെക്കുറിച്ച് ഇതുവരെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതെത്ര കിലോ ഉണ്ടാവും, എത്ര തൂക്കം ഉണ്ടാവും? ഇപ്പം ശബരിമലയിൽ ഏകദേശം തങ്ക അങ്കി എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് ചിലർ ചോദിച്ചിട്ടുണ്ട്. മാളികപ്പുറത്ത്. ഇത് ഈ സമീപകാലത്ത് പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ഭക്ത സമർപ്പിച്ചതാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ വലിയ ആഘോഷത്തോടു കൂടിയാണ് സന്നിധാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അത് ചില സമയങ്ങളിലൊക്കെയാണ് മാളികപ്പുറത്ത് ചാർത്തി കണ്ടിട്ടുള്ളത്. സമീപകാലത്ത് ഞാനും കണ്ടിട്ടുണ്ട് ചാർത്തി. അപ്പം അതെവിടെ എന്നുള്ളതാണല്ലോ. കാരണം അതും കാണാതെയായി. ഇനി അത് കാണാതെയായതാണോ അതിന് വേറെവിടെങ്കിലും അതിൻ്റെ തൂക്കം പോലും നോക്കാതെ ആ മോഡൽ ഉണ്ടാക്കാൻ കൊടുത്തതാണോ? അതിൻ്റെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ മോഡൽ ഉണ്ടാക്കി വെച്ച് തൽക്കാലം ഊരണല്ലോ. അപ്പം ഇതേപോലത്തെ കൃത്രിമങ്ങൾ ധാരാളം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഉള്ളതിൻ്റെ അവസാനത്തതാണ് ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും അതിൻ്റെ ഇപ്പോഴത്തെ മൂല്യം ഏതാണ്ട് 3.25 കോടി വരും. കാരണം ഇത് കൊടുക്കുന്ന സമയത്ത് ഒരു കൊല്ലം മുമ്പാണെങ്കിൽ 35,000 ഉള്ളൂ സ്വർണത്തിൻ്റെ വില. ഇന്ന് 1,35,000 അപ്പം മൂല്യം എത്രമാത്രം കൂടിയിട്ടുണ്ടാവും? ആ വിലയാണല്ലോ കണക്കാക്കേണ്ടത്. ഇതേപോലെയാണ് ഈ സാധനങ്ങളുടെ മുഴുവൻ. ഇത് ആദ്യം കൊണ്ടുപോയ സമയത്തിനേക്കാളും അതുകൊണ്ട് ഇവരിത് വില പിടിച്ച് കയ്യിലെടുക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പം നിരപരാധികളെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. ഇതും നടക്കാം. അവർ നിരപരാധിയാണോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് കോടതിയാണ്, തെളിവ് സഹിതം. അല്ലാതെ ഇവരാരും കുറ്റക്കാരല്ല എന്ന് ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല. പല രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പം ചിലർക്ക് വേണ്ടിയിട്ടെല്ലാം വലിയ പ്രകടനങ്ങളും യോഗങ്ങളും
എല്ലാം നടക്കുന്നുണ്ട്. ചില ആൾക്കാരെ രക്ഷിക്കാൻ ചിലപ്പോൾ അവർ രക്ഷിക്കേണ്ടവരായിരിക്കാം. അല്ല, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ എനിക്ക് വേറൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് തിരുവിതാംകൂർ മഹാരാജാവ് ചിത്രതിരുനാൾ ബാലരാമവർമ്മ നടക്കി വെച്ചതാണ് മണ്ഡല പൂജാവേളയിൽ ചാർത്തുന്നതാണ് തങ്കയങ്കി. അതെ. അതിൻ്റെ തൂക്കം 450 പവൻ വരുന്നതാണ്. 1973കളിലാണ് അതെ ഇത് കൊടുക്കുന്നത്. ഇത് ആറന്മുള സ്ട്രോങ് റൂമിലാണ് ഉം. സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് വലിയ ഘോഷയാത്ര, രഥഘോഷയാത്രയാണ്. അതെ. മടക്കയാത്ര ദേവസ്വം ബോർഡിൻ്റെ വളരെ സുരക്ഷിതമായ ഒരു കവചിത വാഹനത്തിലാണ് കൊണ്ടുവരുന്നത്. അത് ആഘോഷമൊന്നും ഇല്ലാതെ ആണ് കൊണ്ടുവരുന്നത്. അത് ഈ പറഞ്ഞതുപോലെ അതിനെയും വേറൊരു തരത്തിൽ രൂപപ്പെടുത്തി ഉണ്ടാക്കി വെച്ചിട്ട് ഈ 450 പവൻ അതുകൂടി തട്ടിയെടുത്തോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിപ്പോ 450 പവനിൽ നിന്ന് തൂക്കം കുറഞ്ഞോ എന്നുള്ളതും കൂടി നോക്കണം. കൃത്രിമമായിട്ട് ചിലതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ സ്വർണം പൂശിയിട്ടും വെക്കാം. ആ 450 പവൻ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഏതായാലും സൂക്ഷിക്കുന്ന സ്ഥലമായതുകൊണ്ട് തൂക്കം കുറയാൻ വഴിയില്ല. ശരിക്കും തേയ്മാനം, അല്ല തൂക്കം മീൻസ് തേയ്മാനം ഉണ്ടാകാൻ വഴിയില്ല. അഥവാ ഉണ്ടായാലും എത്രമാത്രം ഉണ്ടാവും? അപ്പൊ വളരെ നേരിയതേ ഉണ്ടാവുള്ളൂ. ഏതായാലും അതും നോക്കേണ്ടത് ആവശ്യമാണ്. ഇനി അത് അവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ, അതും ഉണ്ടോയെന്ന് അറിഞ്ഞൂടല്ലോ. ഇതിപ്പോൾ കാണുന്നില്ലല്ലോ. ഈ സ്ട്രോങ് റൂമിൻ്റെ താക്കോലാര കയ്യിലാണ്? ആരാ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ? ദേവസ്വം ബോർഡ്. അതിപ്പം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സുരക്ഷിതമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അത് നമ്മൾ കരുതുന്നു. ആ നിലയ്ക്കാണ്. അപ്പം കള്ളൻ്റെ കയ്യിലാണ് താക്കോല് കൊടുക്കുന്നത് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാ കള്ളത്തരം കാണിക്കാനുള്ള ചാൻസ് കൊടുക്കുന്ന ആരാണ്. അപ്പം കൊടുത്തവനും ഇതിൽ പങ്കുണ്ട്, വാങ്ങിച്ചവനും പങ്കുണ്ട്, എടുത്തവനും പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരില്ല എല്ലാ കാര്യങ്ങളിലും. അവിടെ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് ഇനിയും നോക്കേണ്ടിയിരിക്കുന്നു. തങ്കങ്കിയെ നോക്കണം, അമ്മ കൊടുത്തുള്ള അങ്കിയെ നോക്കണം, അളിയപ്പുറത്തേക്ക് അതുണ്ടോ എന്നുള്ളത്. പിന്നെ എത്രമാത്രം ആൾക്കാർ അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും വന്ന് തെളിവ് പറയേണ്ടി വരും. പലരും ഞാൻ കൊടുത്തു കഴിഞ്ഞില്ല, സമർപ്പിച്ചു കഴിഞ്ഞു, അങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു, അത് സമർപ്പണമാണ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഇനി ദൈവം നോക്കിക്കോളും. പൊതുവേ ഹിന്ദുവിന്റെ സമർപ്പിച്ചു കഴിഞ്ഞവർ പിന്നീട് അവർ കാലാകാലങ്ങളിൽ പോയി അവർ അന്വേഷണം നടത്താറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതും അതുപോലെ തന്നെയാണ്. ഞാൻ സമർപ്പിച്ചു, ഇനി ദൈവം നോക്കിക്കോട്ടെ, അയ്യപ്പൻ നോക്കിയോ. കാരണം അങ്ങനെ ചിന്തിക്കുന്ന വിജയമല്യ ഇത് കൊടുത്തിട്ട് പോയി. അതെ, വിജയമല്യ പിന്നീട് അന്വേഷണം നടത്തുന്നില്ല. അല്ല, ഇപ്പൊ പൊതുവെ ഹിന്ദുവിന്റെ സ്വഭാവമാണല്ലോ, ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണം, ദൈവം കൊടുത്തോളും. പലപ്പോഴും ദൈവം കൊടുത്തോളും എന്ന് ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് അതൊക്കെ നടക്കുന്നത്. കാരണം എല്ലാറ്റിനും ദൈവമുണ്ട്, പക്ഷെ ദൈവത്തിന് രക്ഷിക്കണ്ടേ. ധർമ്മോ രക്ഷതി രക്ഷത എന്ന് പറയണം. ദൈവത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ദൈവത്തിന് രക്ഷിക്കാൻ തയ്യാറായാലേ ദൈവം നമ്മളെ രക്ഷിക്കുള്ളൂ എന്നുള്ളത് ചിന്തിക്കണം. ഒരു ഭരണകർത്താക്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനെ നോക്കാൻ എന്തിനാ പാറാവുകാരൻ പറഞ്ഞ ഉണ്ട്. അപ്പം ആ വിഭാഗമാണല്ലോ ഭരണരംഗത്തുള്ളത്. അതുകൊണ്ട് നിങ്ങളാരും നോക്കണ്ട, ദൈവം നോക്കിക്കോളും എന്ന് ചിന്തിപ്പിക്കുന്ന ആൾക്കാരുടെ അനുയായികളാണ് ഇതിലെ കള്ളക്കാരും കൊള്ളക്കാരും കള്ളന്മാരും എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ ഞങ്ങൾ ഇത്ര ഇന്നത് കൊടുത്തിട്ടുണ്ട് എന്ന് തെളിവുണ്ടെങ്കിൽ, കാരണം പലപ്പോഴും റെസീറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. സമർപ്പിക്കുന്ന റെസീറ്റ് ഇപ്പം ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നു, ഭണ്ഡാരത്തിൽ റെസീറ്റ് ഇല്ലല്ലോ. അതിനാർക്കും നിക്ഷേപിക്കാം. അതിന് കൃത്യമായ കണക്ക് വരുന്നില്ല. അല്ല, കണക്ക് വെക്കില്ല. അപ്പം അത് മാത്രമല്ല, അതിൽ നിന്ന് പണം എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ സ്വർണ്ണമൊക്കെ കണ്ടു അവിടെയും ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കുന്നതിൽ തന്നെ ഈ സ്വർണ്ണ ഉണ്ട്, അതിന്റെ കോയിനൊക്കെ ഉണ്ടെന്നാണ്. സ്വർണ്ണ കോയിൻ ഉണ്ടാവും, സാധാരണ ഉണ്ടാകുന്നതാ. സ്വർണ്ണ കോയിനുണ്ട്, ആഭരണങ്ങൾ ഉണ്ടാവും. ഒരു പൊട്ടും പൊടിയാണെ പോലും അതിനും ഉണ്ടല്ലോ വില. അതെ, ഇപ്പം കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്ന കേരളക്കാർ കുറച്ചും കൂടി അത്തരത്തിൽ ബുദ്ധിയുള്ളതുകൊണ്ട് അങ്ങനെ കൊടുക്കില്ല. കുറച്ച് അമ്മമാരും അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ, പിന്നെ സിനിമാ രംഗത്തുള്ളവര്. ബാക്കി പല ആൾക്കാരും വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അത് അയ്യപ്പൻ്റെ മുമ്പിൽ അങ്ങ് സമർപ്പിക്കണം വിചാരിച്ച് വരും. അവിടുത്തെ തിക്കും തിരക്കും എല്ലാം കാരണം. അപ്പം ഇതിനൊക്കെ എവിടെ കണക്ക്? അഥവാ കണക്ക്
അങ്ങനെ 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 ചെറിയ കാര്യങ്ങൾ കണക്കില്ലാതെ മോഷ്ടിച്ചിട്ടാണ് ഇപ്പം കണക്കിൽപ്പെടുന്ന സാധനങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നത്. അതാണല്ലോ സംഭവിച്ചത്. അപ്പോൾ അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഇനി ആർക്കെല്ലാം പങ്ക് ഇപ്പം പറയാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പറയും UDFൻ്റെ ഭരണകാലത്താണ് നടന്നത്, ഇവർ പറയും LDFൻ്റെ ഭരണകാലത്താണ് നടന്നത്. ഏതായാലും ഭരണകാലത്താണ് നടന്നത്, ആര് ഭരിച്ചാലും അത് ഉറപ്പാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൻ്റെ അന്വേഷണം വ്യാപകമാക്കാൻ ഇനിയും സുപ്രീം കോടതിയുടെ ഈ പരാമർശം ശരിക്കും അതിനൊരു പറ്റിയ സന്ദർഭമാണ്. അപ്പോൾ വേണ്ടത് ഇത്തരം സംഘടനകളും അതേപോലെ രാഷ്ട്രീയക്കാരും എല്ലാവരും ഇത് ഏതൊക്കെയാണ് എന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട ഒരു സമയമാണ് ഇപ്പം ശരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.